ഞാൻ ഈ അടുത്ത് ഒരു ബിസിനസ് ഓണറോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വലിയ കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് സെയിൽസ് വരുന്നുണ്ട്, സെയിൽസ് ടീം സെയിൽസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഇയർ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇൻകവും എക്സ്പെൻസും ഈക്വൽ ആയിട്ട് പോകുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ സെയിൽസ് കൊണ്ടുവരുന്ന സമയത്ത് മറ്റുള്ള സൈഡിൽ നമ്മൾ നമ്മുടെ എക്സ്പെൻസ് വേണ്ട രീതിയിൽ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സെയിൽസ് ടീം എത്രത്തോളം സെയിൽസ് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ റവന്യൂ എല്ലാം ഇവിടെ റവന്യൂ ലീക്കേജ് സംഭവിക്കുന്നത് കാരണം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ഓൺടർപ്രണർ, ഒരു ബിസിനസ് ഓണർ എപ്പോഴും ഓവർലുക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബിസിനസ്സിലുള്ള എക്സ്പെൻസ് ടൈംലി ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എൻഡ് ഓഫ് ദ ഇയർ പോയിട്ട് നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നതിന് പകരം എവറി മന്തിൽ നമ്മുടെ ബിസിനസ്സിൽ വന്നേക്കുന്ന എക്സ്പെൻസുകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മുടെ ബിസിനസ്സിൽ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് വരുന്നത്. ആ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു എക്സ്പെൻസ്, അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് കട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊഡ്യൂസ് മോർ പ്രോഫിറ്റ് ഇൻ ടു അവർ ബിസിനസ് ആൻഡ് വി ക്യാൻ ടേക്ക് അവർ business into next level. Otherwise our business will struggle, the sales team will keep on struggling to get sales, but at the same time നമ്മുടെ ബിസിനസ്സിൽ സെയിൽസ് വരുന്നതോട് കൂടെ തന്നെ നമുക്ക് റവന്യൂ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ബിസിനസ് ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ have a call with me. You can schedule a 30 minutes free discovery call with me. And this is Suhas Chapali. I'm an international business coach and the profit strategist. Thank you so much for watching. Bye bye.